ഐഫോൺ 17 പ്രോ എത്ര GB? 17 പ്രോ മാക്സ് എത്ര GB? 256 GB ഐഫോൺ 17 പ്രോ മാക്സ്. ഹായ് ഗൈസ്, ഇന്നിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഒരു പാരീസിലൊരു ബിസിനസ്സിൻ്റെ പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പം നമ്മളെ വിഷയം അതൊന്നുമല്ല, ഓൻ ആ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൻ കുറേ ഇലക്ട്രോണിക് സാധനം വാങ്ങിയിട്ടുണ്ട്. ഒരു 6-7 ലക്ഷം റുപ്യയുടെ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇറക്കിയ ഇലക്ട്രോണിക് സാധനം എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സീനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് ഒന്ന് അൺബോക്സ് എല്ലാം ചെയ്ത് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓൻ അൺബോക്സ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്, പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട്, എത്തിയിട്ട് തുറന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം പോയി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തെല്ലാം സാധനങ്ങളുണ്ട്, എന്തെല്ലാം പുതിയ ഗാഡ്ജറ്റ്സ് ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ട് വരാം. അപ്പോൾ വാ ഗൈസ്. അപ്പോൾ ടെമ്പറേച്ചർ വരുന്നത് -2 ഡിഗ്രിയാണ്, അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഫുൾ മൂടിയിട്ടാണെന്നുള്ളത്. നമ്മളിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ടെമ്പറേച്ചർ -1 ഇപ്പോൾ, കുറച്ച് കഴിയുമ്പോൾ 0, കുറച്ച് കഴിയുമ്പോൾ -3, -4 ആവും. ഇപ്പോൾ ഏതായാലും കറൻ്റ് -1 നമ്മൾ എന്തായാലും എപ്പോഴും പോകുന്ന പോലെ അല്ല, ഇന്ന് നമ്മൾ സൈക്കിളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണിയുണ്ട്. സൈക്കിൾ എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സാധനം ഞെക്കി, സൈക്കിളിൽ ചാർജില്ല, സീനായി. പിന്നെ സൈക്കിൾ കുറേ എണ്ണം കാണുന്നുണ്ട് ഇവിടെ, ഓരോന്നോരോന്ന് എടുത്ത് നോക്കട്ടെ ഏതെങ്കിലും കിട്ടുമെന്ന്. ഇനി ചാർജ് ഉണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല. ഇതിനടുത്തത് മനു എന്നല്ല എഴുതിയിട്ടുണ്ടല്ല, മൻവിയോ. ഇനി ലേശം ചാർജ് ഉണ്ട്, അപ്പോൾ ഇതെടുക്കാൻ തോന്നുന്നു. സൈക്കിൾ കിട്ടി കൈസ്, അങ്ങനെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് സീന്. വൻ തണുപ്പായതുകൊണ്ട് കൈയെല്ലാം ഫുള്ള് വേർത്ത്, കൈയെല്ലാം ഫുള്ള് തണുത്ത് സീനാണ്. ഗ്ലൗസൊന്നും ഇടാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്നത് ഈ പാരീസിൻ്റെ ഏറ്റവും ഒരു ഡാർക്ക് ഏരിയയിലേക്കാണ്. സംഭവം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ലാഷപ്പൽ പിന്നെ സ്റ്റാലിൻ ഗാർഡ് അങ്ങനത്തെ എല്ലാ സ്ഥലത്തേക്കാണ്, അതിലേന്ന് പോകാൻ പോകുന്നത്. സംഭവം പാരീസിൻ്റെ ഹൃദയഭാഗമാണ്, എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു വൃത്തിയെല്ലാം കുറവാണ്, ആൾക്കാരെല്ലാം കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തന്നെ കണ്ടോ, മൊത്തത്തിൽ കുറച്ചൊരു ഡേഞ്ചർ പരിപാടിയാണ്. പിന്നെ ഇവിടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റി, പിന്നെ എന്തെന്ന് പറയൽ, മറ്റേ ഇല്ലീഗലായിട്ട് സിഗരറ്റ് കൊടുക്കുന്നത്, കഞ്ചാവ്, ഡ്രഗ്സ്, ഇത് എല്ലാം നടക്കുന്ന സ്ഥലമാണ്. എൻ്റെ ഇപ്പോൾ സൈഡിലെല്ലാം ഫുള്ള് ആൾക്കാർ ടെൻ്റെല്ലാം കെട്ടി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്കത് അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ക്യാമറ നെഞ്ഞിനാന്നുള്ളത്. അപ്പം ഞാൻ തിരിയുമ്പോൾ അത് കാണൂല. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിൽ പോകാൻ തന്നെ എനിക്കൊരു ചെറിയ പേടിയാണ്, കാരണം ഒന്നാമതൊരു പോപ്പുലേറ്റഡ് ഏരിയയാണ്. അപ്പോൾ എന്താന്ന് ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറേ സൈക്കന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം അതും കൂടാണ്ട് ഞാൻ ഈ ക്യാമറ നെഞ്ഞിനും വെച്ചിട്ടാണ് പോകുന്നത്. ഇനി ഇത് ആർക്കെങ്കിലും കണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അവർ വേറെ വർത്താനം ചോദ്യമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പിടിച്ചൊറ്റ വലിയായിരിക്കും. അപ്പോൾ ഈ ഏരിയ പെട്ടെന്നൊന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. ഈ ഏരിയ ഒന്ന് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ മൊത്തം സ്ട്രീറ്റും ഒരു ഡാർക്ക് സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ് ഒരു ടേൺ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ സ്ഥലം മൊത്തം മാറി കേട്ടോ. ടേൺ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ സ്ഥലത്തിൻ്റെ മൊത്തം ഈ ആൾക്കാരെല്ലാം മാറി, ഫുൾ വൃത്തികേടുണ്ട്. കണ്ട റോട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. ഈ റോഡ് സൈഡിലെല്ലാം കണ്ട ഫുള്ള് പ്ലാസ്റ്റിക് ഇങ്ങനത്തെ എല്ലാ സാധനം ഇവിടെ ഇതാക്കിയിട്ട്. സംഭവം എന്ന് വെച്ചെങ്കിൽ ഇവിടെ വന്ന ഇല്ലീഗലും ലീഗലും ആയിട്ടില്ല മൈഗ്രൻസ് തന്നെ. ഇനി ആൾക്കാരെങ്ങനെ വന്നാലും കാര്യമൊന്നുമില്ലല്ലോ. സംഭവം സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ, അത് ഏത് രാജ്യത്തായാലും.
അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അതില്ലാത്ത ഏരിയയിൽ പോകുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എൻ്റെ ഒരു പോലീസിൻ്റെ ഒച്ചയാന്ന് ഈ കേട്ടത്. കൊല്ല് വരും. എന്നിട്ട് ഇത്ര മല്ലേന്തിന് വരും ഇങ്ങനെ പോകുന്നു. പേടിച്ചു പോയി. ഞാൻ ചോദിച്ചാൽ എന്നെ പിടിക്കാൻ വരുന്നതായിരുന്നു. സത്യം പറയാമല്ലോ ഗൈസ്, ഈ സ്ഥലത്ത് നിന്നൊന്ന് പെട്ടെന്ന് ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്നേ ഇല്ലു. ഇപ്പോൾ ഡാർക്ക് ഏരിയ ആണ് ഇതിപ്പോൾ. പൊതുവേ ഞാൻ ഈ വഴിക്കല്ല വരല്, പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. മാപ്പ് ഇട്ടിട്ടാകുമ്പോൾ ഇതാണ് കാണിക്കുന്നത് വഴി. അപ്പോൾ ഏതായാലും ഇതിലെടുത്ത് സംഭവം ഇതിൻ്റെ റൈറ്റ് സൈഡിലുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള സ്ട്രീറ്റ് പറഞ്ഞാൽ നമ്മളെ പിഗയിലാണ്. പിഗയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സാക്രക്കോറിലും വരുന്ന സ്ഥലം. അതൊരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇവരെ ഇങ്ങനത്തെ ഫുള്ള് വൃത്തികേടും പരിപാടിയെല്ലാം ഇല്ലത്, അതിൻ്റെ തൊട്ടിപ്പുറത്തെ സ്ട്രീറ്റിൽ. പക്ഷേ ഇതെന്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് മൊത്തം പാരീസിൻ്റെ നടുവാണ്. കറക്റ്റ് സെൻറ്ററിലാണ് ഇത് മൊത്തം ഇല്ലത്, ഈ വൃത്തികേടും പരിപാടിയും പിടിച്ചോറിയെല്ലാം ഇല്ലത്. അതെല്ലാം കാണുമ്പോൾ ഒരിത് എത്ര തന്നെ. പിന്നെ നമ്മ എന്താക്കേണ്ട ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. നമുക്കൊരു രാജ്യത്ത് എത്തിയിട്ട് എങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ കഴിയും അതേപോലെ ജീവിക്കാം, അത്ര തന്നെ. അല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും നേരാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. പക്ഷെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല വെയിലില്ല പോലെ തോന്നുന്നുണ്ടല്ലോ. ശരിക്കും അത് വെയിൽ തന്നെ, പക്ഷേ സീൻ എന്താണെന്ന് വെച്ചെങ്കിൽ വെയിൽ കൂടുന്നൊരു തണുപ്പ് കൂടുകയെന്ന്. ശരിക്കും ഇപ്പം ടെമ്പറേച്ചർ -2 അങ്ങനെ എന്തോ ആണ് ടെമ്പറേച്ചർ. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുമുണ്ട്. സീൻ തണുപ്പാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. 2-3 കുപ്പായിലിട്ടിട്ടാണ് പോകുന്നത്. ഒന്നാമത് ഈ തണുപ്പിന് സൈക്കിളിൽ പോകുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ല. പിന്നെ ഈ വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ മൊത്തത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. തട്ടാമല്ല പോകുന്നുണ്ടോ സൈഡിൽ. ഗൈസ് നല്ല വെയിലടിക്കുന്നുണ്ട് ഇപ്പോൾ. നല്ല മഞ്ഞ കളറ് വെയിലടിക്കുന്നുണ്ട്. കുറച്ച് മുമ്പിലാണ് അടിക്കുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. പക്ഷേ നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ കുറഞ്ഞ് വരെയായിരുന്നു. രാവിലെ ഒരു 0 ഫീൽസ് ലൈക്ക് -2 എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ -1 ആയി. ഫീൽസ് ലൈക്ക് -4 ആയി. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോഴാണ് നല്ല തണുപ്പ് വരല്. പിന്നെ സൈക്കിളായതുകൊണ്ട് അങ്ങനെ എയിലും പോവാം. നമുക്ക് ഈ കാറിൻ്റെ പോലെ 1 way 2 way ഒന്നും നോക്കണ്ടല്ലോ. എയിലെങ്കിലും കയറ്റി പോവാമല്ലോ, എങ്ങനെയെങ്കിലും അതിൽ എത്താമല്ലോ. സൈക്കിളിൽ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നാട്ടിൽ ഇപ്പോൾ പാരീസിൻ്റെ ഉള്ളിലെ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ സൈക്കിളും കാറും എടുത്ത് രണ്ടും ഒരേ സമയത്ത് തുടങ്ങിയാൽ മിക്കവാറും സൈക്കിളായിരിക്കും ആദ്യം എത്തൽ. കാരണം ഇവിടുത്തെ ഈ ട്രാഫിക്കും പിന്നെ സിഗ്നലും 1 വേയും അതെല്ലാം കടന്ന് കാറെത്തുമ്പോഴേക്ക് സൈക്കിള് സിമ്പിളായിട്ട് എത്തും. കാരണം ഇതെല്ലാം സൈക്കിളിൽ ഒഴിവാക്കി കിട്ടും. ആകെ ട്രാഫിക്കിൽ മാത്രം നിർത്തിയാൽ മതി. അതും ആൾ കടക്കുന്നില്ലെങ്കിൽ നമുക്ക് നൈസിൽ പോവുകയും ചെയ്യാമല്ലോ. അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട് ഗൈസ്. അപ്പോൾ സൈക്കിളെല്ലാം വെച്ച് നടക്കാൻ തുടങ്ങി. ഈ പാരീസിൻ്റെ ഈ ഒരു ഇതാണ് എനിക്കിഷ്ടം. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുന്നെങ്കിൽ തന്നെ സ്ട്രീറ്റെല്ലാം കണ്ട എന്ത് രസമുണ്ട്. മൊത്തത്തിൽ സ്ട്രീറ്റും വീടും മൊത്തത്തിലൊരു സെറ്റപ്പ് കണ്ട നല്ല രസമില്ലേ. നമ്മൾ ഏതോ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈമിലെല്ലാം നടന്നു പോകുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. അതാണ് പിന്നെ നമ്മൾ ഈ സിറ്റി നമ്മളങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ഒരു ആ സെറ്റപ്പ്, മറ്റേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പരിപാടി, മോണിമെൻറ്റ്സ്, ഇതെല്ലാം നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. ആഹാ, അടിപൊളി വീട്, കൊള്ളാം. കഴിച്ചിതാണ് അപ്പോൾ വീട്ടിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വീട് ഇതൊന്നും ഉണ്ടാവില്ല, എന്തെന്നതിൻ്റെ പേര്, സ്റ്റെപ്സ്, മറ്റേ എസ്കലേറ്റർ ഒന്നും ഉണ്ടാവില്ല. ഇത് പഴയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് എത്തി. അല്ല, വീട്ടിൽ നല്ല ക്രിസ്മസിൻ്റെ പരിപാടിയെല്ലാം ഉണ്ട്. ആഹാ, ഹലോ, ഹായ് അമ്മു. ഓ, വീടിൻ്റെ വഴി കുറച്ച് പ്രശ്നമുണ്ട്, അങ്ങനെ മറന്നുപോയി. ഒന്ന് ക്ലോസ് ചെയ്യട്ടെ ഗൈസ്. അപ്പം ഇതെല്ലാം സാധനങ്ങൾ. അപ്പോൾ ആദ്യം ഉള്ളത് DJI Mic 3 അല്ലല്ലോ ആദ്യം കാണിക്കേണ്ടത്. ആദ്യം ഉള്ളത് ഇതാ iPhone 17 Pro. എത്ര GB? 17 Pro Max എത്ര GB?
256 GB iPhone 17 Pro Max സീൻ സാധനം. ഐഫോൺ നല്ല രസമുണ്ടല്ലേ. പീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കഴിച്ചത്, ആരും വാങ്ങിയത് കണ്ടിട്ടില്ല. അപ്പം അത് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ സാധനം നമ്മളെ DJIന്റെ മൈക്ക് 3. ഇതിന് ഏകദേശം ഒരു 25,000-30,000 റുപ്യയുടെ അടുത്ത് വരും. അപ്പം ഇതൊന്ന് പൊളിച്ചു നോക്കാം. മൈക്ക് 3ന്റെ ഫുൾ സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കവർ, നല്ല പില്ലോ ബാഗ് പോലത്തെ കവറിലുണ്ട് മൈക്ക് 3. ഇതാണ് DJIയുടെ മൈക്ക് 3. ഈ സാധനം കഴിച്ചില്ല, നല്ല പൊള്ളി ഐറ്റാണ്. ഇതിനെ കൊണ്ട് നമുക്ക് എങ്ങനത്തെ ഓഡിയോ വേണമെങ്കിൽ എടുക്കാം. ASMRോ BSMRോ എന്ത് വേണമെങ്കിൽ എടുക്കാം. കാണാൻ എന്തൊരു സ്റ്റാൻഡേർഡാണ്. അപ്പം അതായി. പിന്നെ വരുന്നതാണ് ക്യാമറയുടെ ലെൻസ്. ക്യാമറ വരാനുണ്ട്, അത്ര 2 ദിവസം പിടിക്കും എത്താൻ വേണ്ടിയിട്ട്. അവിടെ ഇതിനെത്രയും ക്യാമറ ലെൻസിന് 80,000 റുപ്യയുടെ ക്യാമറ ലെൻസ്. ഇത് ഇന്ന് തന്നെ പൊളിയെന്ന് തോന്നുന്നു കേട്ടോ. പൊളിച്ചെങ്ങനെ സൈഡിൽ വലിക്കേണ്ടി വരും. പൊളിക്കാൻ കഴിയില്ല. കിട്ടി ഗൈസ്. ക്യാമറ ലെൻസ് പൊള്ളി സാധനം. ഇത് കമ്പനി ക്യാമറ ഗൈസ്. ഇതാണ് ഗൈസ് ക്യാമറ ലെൻസ്. 80,000 റുപ്യയുടെ ക്യാമറ ലെൻസ്. അത് ഇത് എത്ര mm 17 to 70 mm ലെൻസാണിത്. ഇനി ഇത് ഉപയോഗിക്കാൻ പഠിക്കണം. അടിപൊളി സാധനം. അപ്പം അതവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി വരുന്നതാണ് ഇതാ ഈ ക്യാമറയുടെ സ്റ്റാൻഡും സാധനങ്ങളെല്ലാം. കോമ്പാക്ട് അഡ്വാൻസ്ഡ് കിറ്റിയിൽ മറ്റേ നമ്മളെ ട്രൈപോഡ് ഇത് മറ്റേ വെച്ച് തിരിക്കുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട പരിപാടികളാണ് ഇതിലുള്ളത്. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. കിട്ടില്ല സാധനം, നല്ല കനമുണ്ട്. അവിടെ കാർബൺ ഫൈബറാ അറിയില്ല അല്ലേ, കുഴപ്പമില്ല. കണ്ടാ തിരിയുന്നില്ല കാർബൺ ഫൈബറാണെന്നൊന്നും. ഗൈസ് നല്ല നൈസ് സാധനം. വാട്ടർ ലെവലിലുണ്ട് ചെറിയ, കണ്ട അടിപൊളി സാധനം. അടി നല്ല ഉപയോഗിക്കാൻ അറിയാം എനിക്ക്. ഇവരിതായല്ലോ പണി. കിട്ടില്ല സാധനം. അടി ഇത് എത്ര മീറ്റർ വരെ പോകും? 165. എന്റെ ഹൈറ്റ് വരെ പോകുമല്ലേ? മോശമില്ല ഗൈസ്. അപ്പോൾ ഒരു 165 സെന്റിമീറ്റർ വരെ പോകുന്ന അറിയുന്നത്. അപ്പോൾ നല്ല ഒരാളെ ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ ഇതെല്ലാം സാധനം. അപ്പോൾ ഇനി ക്യാമറ വരാനുണ്ട്. ക്യാമറ 2 ദിവസം കഴിഞ്ഞാലേ വരും. എടാ ഏത് ക്യാമറ കാണിച്ചിന്? സോണി ആൽഫ. ആൽഫ മാർക്ക് A6700. എത്ര ഇനി? അതിന് 1600 അറിയില്ല. ഫുൾ ഒരു 170 1.5 ലക്ഷം 170ന്റെ ക്യാമറ വരാനുണ്ട്. ലൈറ്റും ഒരു 1 ലക്ഷം റുപ്യ ലൈറ്റും വരാനുണ്ട്. അപ്പം മൊത്തത്തിൽ സെറ്റപ്പാണ്. അപ്പം മറ്റന്ന് വരുമ്പോൾ പറ്റിയാൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ബൈ.